ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിന്റെ 40-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയമായ സ്വാഗതം. ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 13 ആണ്. അപ്പൊ 13ന്റെ ഡിവിസിബിലിറ്റി റൂൾ, ഒരു നമ്പർ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്. ഈ ഒരു ഫോർമുലയിലുള്ളത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, 7ന്റെ ഒക്കെ ചെയ്യുമ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ 3 ഡിജിറ്റ് നമ്പർ മുതലാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഒരു 3 ഡിജിറ്റ് നമ്പറിന് 13 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ABC എന്ന് പറയുന്നത് 3 ഡിജിറ്റ് നമ്പർ ആണ്. നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് 3 ഡിജിറ്റും അതിന് മുകളിലുള്ള നമ്പർ. അപ്പൊ 3 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഈ ഒരു ഫോർമുലയാണ്. AB, അതായത് ഈ 2 ഡിജിറ്റ് പ്ലസ് ലാസ്റ്റ് ഡിജിറ്റിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ, അതിന് 4 ടൈംസ്, അതും ഈ 2 ഡിജിറ്റും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ ഡിവിസിബിൾ ബൈ 13 ആണെങ്കിൽ ഈ 3 ഡിജിറ്റ് നമ്പർ എന്തായിരിക്കും? divisible by 13. Okay, so last 2 digit plus 4 times unit place is divisible by 13, then the number is also divisible by 13. Okay, ഈ ഒരു ഫോർമുലയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 13 യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 962, ഫസ്റ്റ് എക്സാമ്പിൾ 962 ആണ്. അപ്പൊ 962 divisible by 13 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ലാസ്റ്റ് 2 ഡിജിറ്റ്, അതായത് 96 പ്ലസ് ഈ ഡിജിറ്റിന്റെ, അതായത് യൂണിറ്റ് പ്ലേസിന്റെ 4 ടൈംസ് ഓഫ് ദി യൂണിറ്റ് പ്ലേസ്. അപ്പൊ എന്ത് കിട്ടും? 4 into 2 is equal to, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 96 പ്ലസ് 4 into 2 8 ആണ്. അപ്പൊ 96 പ്ലസ് 8 എന്ന് പറയുന്നത് 96 പ്ലസ് 8 is equal to 104 ആണ്. ഈ 104 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 13 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു നമ്പറും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 13 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 104 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 13 ആണോ എന്ന് ചെക്ക് ചെയ്താൽ, അപ്പൊ ഫുൾ നമ്പർ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? 114 മാത്രം ചെക്ക് ചെയ്യാം. അപ്പൊ 104 ചെക്ക് ചെയ്താൽ മതി. അപ്പൊ 104 ചെക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതും എന്ത് തന്നെയാണ്? ഒരു 3 ഡിജിറ്റ് നമ്പർ ആണ്. അവിടെയും നമുക്ക് ഇതേ റൂള് ഒന്നുകൂടെ അപ്ലൈ ചെയ്യാം. അപ്പൊ 104 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? 10 പ്ലസ് 4 into 4 ചെയ്യാം, അല്ലെ? 4 into 4 ഒന്നുകൂടി അതേ റൂൾ അപ്ലൈ ചെയ്യാം. അപ്പൊ 10 പ്ലസ് 4 into 4 എന്ന് പറയുന്നത് 16 ആണ്. 10 plus 16 എന്ന് പറയുന്നത് 26 ആണ്. നമുക്കറിയാം 26 എന്ന് പറയുന്ന 13ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്, അല്ലെ? 13 into 2 ആണ് 26. അതുകൊണ്ട് എന്ത് പറയാം? നമുക്ക് 962 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 13 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ചെയ്യേണ്ടത് 3 ഡിജിറ്റ് ആണ് വരുന്നതെങ്കിൽ ഈ ഒരു കാൽക്കുലേഷന് പിന്നെയും അതേ കാൽക്കുലേഷൻ ചെയ്യാം. ആ 3 ഡിജിറ്റ് വെച്ചിട്ട് പിന്നെയും സെയിം ആയിട്ടുള്ള കാൽക്കുലേഷൻ തന്നെ ചെയ്യാം. അപ്പൊ ഒരു 2 ഡിജിറ്റ് കിട്ടുന്നത് വരെ നമ്മൾ ചെയ്യാം. അപ്പൊ 2 ഡിജിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 13ന്റെ മൾട്ടിപ്പിൾ ആണോ നമുക്ക് നേരിട്ട് പറയാൻ പറ്റും. അത്ര വരെ ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യാം? അത് 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ഹോൾ നമ്പറും 13 കൊണ്ട് ഡിവിസിബിൾ ആണ്, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെന്ന് പറയാൻ പറ്റും. ഒരു എക്സാമ്പിളൂടെ നമ്മൾ എഴുതിയ എക്സാമ്പിൾ തന്നെ ചെയ്യാം. 5707, ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ചെയ്യേണ്ടത് എന്താ? ലാസ്റ്റ് ഡിജിറ്റ്, ഇപ്പൊ ഇത് 4 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ ഈ ഒരു 3 ഡിജിറ്റ് പ്ലസ് ഫസ്റ്റ് ഡിജിറ്റ്, അല്ലെ? ലാസ്റ്റ് ഡിജിറ്റ്, ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണോ വരുന്നത്? ABC 3 ഡിജിറ്റ് മാത്രമേ എടുക്കുള്ളൂ. 4 ഡിജിറ്റ് വരുമ്പോൾ ലാസ്റ്റ് 3 ഡിജിറ്റ് എടുക്കാം. ദെൻ 4 ടൈംസ് യൂണിറ്റ് പ്ലേസ്. ഇപ്പൊ 570 പ്ലസ് 7 into 4 ടൈംസ് ചെയ്യാം. 7 into 4 28 ആണ്. 570 പ്ലസ് 28 എന്ത് കിട്ടും നമുക്ക്? 570 പ്ലസ് 28 എന്ന് പറയുന്നത് 598 കിട്ടും. പിന്നെ നമുക്ക് കിട്ടിയത് എന്ത് തന്നെയാണ്? ഒരു 3 ഡിജിറ്റ് നമ്പർ ആണ് കിട്ടിയത്. അപ്പൊ അതേ റൂൾ ഒന്നുകൂടി അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് 2 ഡിജിറ്റ് 59 പ്ലസ് 8 into 4. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ 59 പ്ലസ് 32 ആണ്, അല്ലെ? 59 പ്ലസ് 32 ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ 91 കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 91 ആണ്. ഇപ്പൊ 91 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 13 ആണ്. നോക്കുക, നമുക്കറിയാം 13 into 7 ആണ് 91, അല്ലെ? 13 into 7 ആണ് 91. ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പൊ 91 is കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 13 ആണ്. അതുകൊണ്ട് 5707 എന്ത് തന്നെയായിരിക്കും? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 13 ആണ് നമുക്ക് പറയാൻ പറ്റും.
ഓക്കെ, അപ്പൊ ഒരു നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 13 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിറ്റ് പ്ലേസിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ നമ്പർ ബാക്കിയുള്ള ഡിജിറ്റ്സുമായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്പറുമായിട്ട് ആഡ് ചെയ്യാം. അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 13 ആണെങ്കിൽ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. വലിയ ഡിജിറ്റ് നമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ ഒരുപാട് സ്റ്റെപ്പുകൾ ചെയ്യാം. പക്ഷെ ഇവിടെ കാൽക്കുലേഷൻ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ മാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് 13ന്റെ റൂള് ഈ ഒരു ഫോമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ട്രിപ്പുമായിട്ട് വരാം. ചിൽഡ്രൻ ബൈ.